ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മൾ 12 പേരുടെ നിയോഗം അയച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. വിജയകുമാറിൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറാനും പുതിയൊരു ഭവനം ലഭിക്കുവാനും, സിനിയുടെ പുതിയ ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ആഷ്നയുടെ SLC പരീക്ഷയുടെ വിജയത്തിന് വേണ്ടിയിട്ട്, ജോസിന തോമസിൻ്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി, സിബിളിൻ്റെ കുടുംബത്തിൻ്റെ പൊതുവായ എല്ലാ നിയോഗത്തിനു വേണ്ടിയും, അമിൻ്റെ എക്സാം വിജയത്തിന് വേണ്ടി, പ്രിൻസിയുടെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, രാജേഷിൻ്റെ ഉന്നതമായ വിജയത്തിന് വേണ്ടി, പഠനമേഖലയിൽ പഠിക്കാനുള്ള ഒരു കൃപ ലഭിക്കുന്നതിന് വേണ്ടി, മേരിയുടെ കുടുംബത്തിൻ്റെ പൊതുവായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. എബിന് നല്ലൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസിയുടെ മകൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ടി. ഇപ്പോൾ ഈ 12 പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർഗ്ഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളും കൂടെ ചൊല്ലണം. ഈ പ്രാർത്ഥന വളരെ ഡെലിവറൻസ് ആണ് അല്ലേ. അപ്പോൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 29-ാം തിരുവചനം. എല്ലാവരെയും നീ വീട്ടിലേക്ക് വിളിക്കരുത്, കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ്. ഹാലേലുയ. വചനം പറയാണ്, എല്ലാവരെയും നീ വീട്ടിലേക്ക് വിളിക്കരുത്, കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ്. നമ്മൾ ചിലരെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയാണ് നമ്മുടെ സ്നേഹിതനായാലും സുഹൃത്തായാലും നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്നത് അല്ലേ. പക്ഷേ ചിലരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് വചനം പറയണത് കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ്. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കി അറിഞ്ഞു വേണം വീട്ടിലേക്ക് വിളിക്കാനെന്ന് വചനം പറയുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന് ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, അതോടൊപ്പം 12 പേരുടെ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.